വത്തിക്കാൻ വോയിസ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സന്ദേശങ്ങളാണ് ഈ പ്രോഗ്രാമിലൂടെ മലയാളിയുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. മാർപ്പാപ്പ ഇറ്റാലിയൻ ഭാഷയിലാണ് സാധാരണഗതിയിൽ വത്തിക്കാനിൽ പ്രസംഗങ്ങൾ നടത്തുക. നോയമ്പ് കാലമായതുകൊണ്ട് കഴിഞ്ഞ 2 എപ്പിസോഡുകളിൽ പരിശുദ്ധ പിതാവ് നടത്തിയ ഒരു നോയമ്പുകാല സന്ദേശം ഈ കൊല്ലത്തേതല്ല ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് എന്നും പ്രസക്തമായ വാക്കുകളാണ് അതിൽ ഉള്ളത്. അതുപോലെ തന്നെ 3 വർഷം മുമ്പ് മാർപ്പാപ്പ പറഞ്ഞ ഒരു വിഭൂതി തിരുനാൾ പ്രസംഗമാണ് നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്നത്. ഈ വിഭൂതിക്ക് പരിശുദ്ധ പിതാവിനെ പ്രസംഗിക്കാൻ സാധിക്കുന്നില്ല. നമ്മൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന നാളുകളാണ്. രോഗം മൂർച്ഛിച്ച അദ്ദേഹം ജമല്ലി ആശുപത്രിയിൽ ചികിത്സയിലാണ്. നമുക്കറിയാം. അദ്ദേഹത്തിന് വേണ്ടിയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നോയമ്പിൻ്റെ വലിയ ഒരു ചൈതന്യം, അതിലേക്ക് നാം പ്രവേശിച്ച് എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു പ്രസംഗമാണ് പരിശുദ്ധ പിതാവിൻ്റെ ഈ പ്രസംഗം. നോയമ്പ് കാലത്തിന് തുടക്കം കുറിക്കുമ്പോൾ കർത്താവ് നമ്മോട് ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് മാർപ്പാപ്പ ആരംഭിക്കുന്നത്. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അവരുടെ മുമ്പിൽ വെച്ച് നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിങ്കൽ നിങ്ങൾക്ക് പ്രതിഫലം ഇല്ല. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 1-ാം തിരുവചനമാണ്. അത്ഭുതകരമായി തോന്നാം, ഇന്നത്തെ സുവിശേഷത്തിൽ നാം ആവർത്തിച്ച് കേൾക്കുന്ന പദം പ്രതിഫലമാണ്. വാക്യം 1, 2, 5, 10 മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം ഈ പദം നമ്മളെ കേൾക്കുന്നു. സാധാരണ വിഭൂതി തിരുനാൾ നമ്മൾ നമ്മുടെ വിശ്വാസ ജീവിതം ആവശ്യപ്പെടുന്ന പ്രതിബദ്ധതയെക്കുറിച്ചാണ് കൂടുതൽ ചിന്തിക്കാറുള്ളത്. നമ്മോട് എന്ത് ആവശ്യപ്പെടുന്നു, എന്ത് ചെയ്യണമെന്ന കാര്യമാണ്. അതിൻ്റെ ലക്ഷ്യമായ പ്രതിഫലത്തെക്കുറിച്ചല്ല നമ്മൾ അധികം പറയുന്നത്. എന്നാൽ ഇന്ന് ഈശോ ആ പ്രതിഫലം എന്ന പദത്തിലേക്ക് നമ്മെ വീണ്ടും വീണ്ടും കൊണ്ടുവരുന്നുണ്ട്. നമ്മുടെ പ്രവൃത്തികളുടെ കാരണം അതാണെന്ന് തോന്നും വിധം, എങ്കിലും നമ്മുടെ ഹൃദയങ്ങളുടെ ഉള്ളിൽ യഥാർത്ഥത്തിൽ പ്രതിഫലത്തിന് വേണ്ടിയുള്ളൊരു ഇച്ഛ, ഒരു ദാഹം കിടപ്പുണ്ടല്ലോ. അത് നമ്മെ ആകർഷിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നുമുണ്ട് എന്നത് സത്യമാണ്. ജീവിതങ്ങൾ കാക്ഷിക്കാവുന്ന 2 തരം പ്രതിഫലങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. നമ്മുടെ ജീവിതങ്ങൾ ആഗ്രഹിക്കുന്ന 2 തരം പ്രതിഫലങ്ങളെക്കുറിച്ച് കർത്താവ് ഇന്ന് പറയുന്നുണ്ട്. ഒന്ന്, പിതാവിൽ നിന്നുള്ള പ്രതിഫലം. മറുവശത്തെ മറ്റുള്ളവരിൽ നിന്ന്, ജനങ്ങളിൽ നിന്നുള്ള പ്രതിഫലം. ആദ്യത്തേത്, ദൈവത്തിൽ നിന്നുള്ളത്, സനാതനവും സത്യവും അന്തിമവുമായ പ്രതിഫലമാണ്. നമ്മുടെ ജീവിതങ്ങളുടെ ഉദ്ദേശ്യവും അതുതന്നെയാണ്. മറ്റുള്ളവരുടെ ആദരവും ലോകവിജയവും നമ്മുടെ ഏറ്റവും സുപ്രധാന ആവശ്യമായി, നമുക്ക് ഏറ്റവും സംതൃപ്തി നൽകുന്നതായി മാറുമ്പോൾ നാം തിരയുന്ന ക്ഷണികമായ വെള്ളി വെളിച്ചമാണ് രണ്ടാമത്തേത്. മനുഷ്യരിൽ നിന്ന് നമ്മൾ അതാണ് തേടുന്നത്. ഇത് ശരിക്കും വ്യാമോഹം മാത്രമാണ് എന്ന് പരിശുദ്ധ പിതാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അതൊരു മരീചികയാണ്. അവിടെ ഇല്ല, വെള്ളമുണ്ടെന്ന് തോന്നും മരുഭൂമിയിൽ. ഒരിക്കൽ നാം അവിടെ എത്തിക്കഴിഞ്ഞാൽ അത് വ്യാമോഹമെന്ന് തെളിയുന്നു, നമുക്ക് നിറഞ്ഞില്ലെന്ന് ബോധ്യമാകുന്നു. ലോകത്തിൻ്റെ ആകർഷണീയതയിലേക്ക് നോക്കുന്നവരിൽ നിരാശയായിരിക്കും ഫലം എന്ന് മാർപ്പാപ്പ നമ്മോട് പറയുകയാണ്. അസ്വസ്ഥതയും അതൃപ്തിയും സദാ നിലനിൽക്കും അതിൻ്റെ ഫലമായി. ലൗകിക പ്രതിഫലം തിരയുന്നവർ ഒരിക്കലും സമാധാനം കണ്ടെത്തുകയോ അതിനായി സംഭാവന നൽകുകയോ ചെയ്യുന്നില്ല എന്നും പരിശുദ്ധ പിതാവ് ഇവിടെ പറയുകയാണ്. അവർക്ക് പിതാവിൻ്റെ
അവരുടെ സഹോദരീ സഹോദരന്മാരുടെ കാഴ്ച നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. നാം എല്ലാം നേരിടുന്ന അപകടമാണിത് എന്ന് മാർപ്പാപ്പ നമ്മോട് പറയുന്നു. അതിനാൽ ഈശോ നമ്മോട് സൂക്ഷിച്ചുകൊള്ളുവിൻ എന്ന് പറയുകയാണ്. നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഇങ്ങനെ പറയുന്ന മാതിരിയുണ്ട്. ഇങ്ങനെ ആയിരിക്കും അതിൻ്റെ അർത്ഥമെന്ന് നമുക്ക് പറയാം. നിനക്ക് അനന്തമായ പ്രതിഫലം, സാമ്യമില്ലാത്ത ഒന്ന് ആസ്വദിക്കാനുള്ള അവസരമുണ്ട്. എന്നാൽ കണ്ണഞ്ചിപ്പിക്കുന്ന പുറമോടികളിൽ തൊട്ടമാത്രയിൽ നിരാശനാക്കുന്ന വില കുറഞ്ഞ പ്രതിഫലങ്ങൾക്ക് പിന്നാലെ പോകാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ എന്നാണ് അതിൻ്റെ അർത്ഥം. നാം ശ്രദ്ധിക്കേണ്ടതാണിത്. നമ്മൾ ആചാരപൂർവം ശിരസിൽ, നമുക്കറിയാം വിഭൂതി തിരുനാളിൻ്റെ അന്ന് നമ്മൾ ചെയ്യുന്നത്, ആചാരപൂർവം ശിരസിൽ സ്വീകരിക്കുന്ന ചാരം പിതാവിൽ നിന്ന് കിട്ടുന്ന പ്രതിഫലം മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രതിഫലത്തിന് മുന്നിൽ വയ്ക്കുക എന്ന തെറ്റിൽ നിന്ന് നമ്മെ സംരക്ഷിക്കാനാണ്. നാം പൂശുന്ന ചാരം പിതാവിൽ നിന്ന് കിട്ടുന്ന പ്രതിഫലമാണ്. മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രതിഫലത്തിന് മുന്നിൽ വയ്ക്കുക എന്ന തെറ്റ്, മറ്റുള്ളവരുടെ കിട്ടുന്നതിനെ നമ്മൾ മുന്നിൽ വയ്ക്കുക, അങ്ങനെ ഒരു തെറ്റ് നമ്മൾ ചെയ്യാതിരിക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ്. നമ്മുടെ മാനസിക അവസ്ഥയുടെ ക്ഷണികത ഓർമ്മിപ്പിക്കാനുള്ള തീവ്ര വിരക്തിയുടെ അടയാളമാണിത്. കയ്പുള്ള, അതേസമയം രോഗത്തിൻ്റെ ഭാഗ്യലക്ഷണങ്ങൾ ഫലപ്രദമായി മാറ്റുന്ന മരുന്ന് പോലെയാണിത് എന്ന് മാർപ്പാപ്പ നമ്മോട് പറയുകയാണ്. ആ ചാരം അത് സൂചിപ്പിക്കുന്നത്. മറ്റുള്ളത് വലിയ ആകർഷണീയതയായിരിക്കും, ചാരം ക്ഷണികതയാണ്, അതിന് യാതൊരു സൗന്ദര്യവുമില്ല എന്ന് നമുക്ക് അറിയാം. മറ്റുള്ളവരുടെ ആദരവിനെ ആശ്രയിച്ചുകൊണ്ട് നമ്മെ അടിപ്പെടുത്തുന്ന ആത്മീയ രോഗം അതാണ്. അവരുടെ മനുഷ്യൻ്റെ ആദരവിനും സ്തുതിക്കും വേണ്ടി നമ്മൾ പുറപ്പെട്ടാൽ ഉണ്ടാകുന്നത് ഒരു ആത്മീയ രോഗമാണ്. ഇതാണ് കണ്ണുകളുടെയും മനസ്സിൻ്റെയും യഥാർത്ഥ അടിമത്തമെന്നും മാർപ്പാപ്പ പറയുകയാണ്. ശരീരത്തിൻ്റെയും കണ്ണുകളുടെയും യഥാർത്ഥ അടിമത്തമാണിത്. എഫേസ്യക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 6, കൊളോസ്യക്കാർക്ക് എഴുതിയ ലേഖനം 3:22 എല്ലാം ഇതിൻ്റെ ഒരു അടിസ്ഥാന ദർശനമായി മാർപ്പാപ്പ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പൊങ്ങച്ചത്തിനായുള്ള ജീവിതം നമ്മുടെ ജീവിതത്തെ അടിമത്തത്തിലേക്ക് നയിക്കുമെന്ന് മാർപ്പാപ്പ നമ്മോട് പറയുകയാണ്. അവിടെ കണക്കാക്കപ്പെടുന്നത് നമ്മുടെ നിർമ്മല ഹൃദയമല്ല, മറ്റുള്ളവരുടെ ആദരവാണ്. പ്രധാനപ്പെട്ടത് നമ്മുടെ നിർമ്മലമായ ഹൃദയമാണ് എന്നത് നമുക്ക് ഓർക്കാം. നോയമ്പ് കാലത്ത് ഉണ്ടാകേണ്ട ഏറ്റവും വലിയ ചൈതന്യം അതാണ്. ദൈവം നമ്മെ എങ്ങനെ കാണുന്നുവെന്നല്ല, മറ്റുള്ളവർ എങ്ങനെ കാണുന്നുവെന്നാണ് നാം പലപ്പോഴും നോക്കുന്നത്. ആ പ്രതിഫലത്തിലാണ് നാം തൃപ്തരാകാൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ നമ്മൾക്ക് നന്നായി ജീവിക്കാനാവില്ല. പരിശുദ്ധ പിതാവ് വ്യക്തമായി നമ്മോട് പറയുന്നു. ഭാഗ്യരൂപത്തിൻ്റെ രോഗമെന്ന് അതിനെ മാർപ്പാപ്പ വിശേഷിപ്പിക്കുകയാണ്. ആ പ്രശ്നം നമ്മുടെ ഏറ്റവും പരിശുദ്ധമായ ചുറ്റുവട്ടങ്ങളെ പോലും അപകടപ്പെടുത്തുന്നുണ്ട്. ഭാഗ്യരൂപം പുറമേ കാണിക്കുക, ഭാഗ്യം മോടി ആയിത്തീരുന്നത്. അതുകൊണ്ടാണ് ഈശോ ഇന്ന് പറയുന്നത്, പ്രാർത്ഥനയും ഉപവാസവും പോലും നമ്മെ എടുത്തു കാട്ടാനുള്ള ഒന്നായി മാറാമെന്ന്. മുൻവിജയങ്ങളിലുള്ള അമിത ആത്മവിശ്വാസം എന്ന പുഴു നമ്മുടെ എല്ലാ പ്രവൃത്തികളും, ഒരുപക്ഷെ ഏറ്റവും അതിൽ പോലും ഒളിഞ്ഞിരിക്കാമെന്ന് മാർപ്പാപ്പ പറയുകയാണ്. അപ്പോൾ നമ്മുടെ ഹൃദയം പൂർണ്ണമായും സ്വതന്ത്രമല്ല. എന്നാൽ അത് തിരയുന്നത് പിതാവിൻ്റെ, നമ്മുടെ സഹോദരീ സഹോദരന്മാരുടെ സ്നേഹമല്ല, മറിച്ച് മനുഷ്യരുടെ അംഗീകാരം, മനുഷ്യരുടെ കയ്യടി, കരഘോഷം, നമ്മുടെ തന്നെ മഹത്വം എന്നിവയാണ്. അവിടെയാണ് ഇതിൻ്റെ അപകടം അടങ്ങിയിരിക്കുന്നത്. നാം ചെയ്യുന്ന സൽപ്രവൃത്തികളിൽ നമുക്ക് വേണ്ടത്ര പ്രതിഫലം കിട്ടാതെ പോകുന്നതിൻ്റെ കാരണം ഈ പുറമേ കാണിക്കാനുള്ള
ആ നെട്ടോട്ടമാണ് എന്ന് വ്യക്തമാക്കുകയാണ് പരിശുദ്ധ പിതാവ് ഈ വാക്കുകളിലൂടെ. അപ്പോൾ എല്ലാം ദൈവത്തിനു മുന്നിൽ, സ്വയത്തിനു മുന്നിൽ, മറ്റുള്ളവരുടെ മുന്നിൽ ഒരു തരം നാട്യമായി മാറും. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ സംഭവിക്കുന്ന അതാണ്. അതുകൊണ്ടാണ് ദൈവം നമ്മുടെ ഉള്ളിലേക്ക് നോക്കാനും നമ്മുടെ കാപട്യങ്ങൾ തിരിച്ചറിയാനും നമ്മോട് ആവശ്യപ്പെടുന്നത്. നാം തിരയുന്ന ഭാഗ്യരൂപത്തിൻ്റെ രോഗലക്ഷണം നമ്മൾ കണ്ടെത്തണം. അതാണ് ചെയ്യേണ്ടത്. നാം തിരയുന്ന ഭാഗ്യരൂപത്തിൻ്റെ ആ രോഗലക്ഷണം അത് നാം കണ്ടെത്തണം. നാം അത് അനാവൃതമാക്കാൻ ശ്രമിക്കണം, അത് വെളിപ്പെടുത്താൻ, പുറത്താക്കാൻ ശ്രമിക്കണം. അത് നമുക്ക് നന്മ ചെയ്യും. എങ്കിൽ അത് നമ്മൾ ഒഴിവാക്കിയാൽ നമുക്ക് അനുഗ്രഹമാകും. ലൗകിക സമ്മാനങ്ങൾക്ക് പിന്നാലെ ഒരു സംഭ്രാന്ത ചിത്തരായി പായുന്നതിൻ്റെ ശൂന്യതയെക്കുറിച്ചാണ് ചാരം സംസാരിക്കുന്നത്. മാർപ്പാപ്പ പറയുകയാണ്, നമ്മൾ ലൗകിക സമ്മാനങ്ങൾക്ക് പിന്നാലെ ഭ്രാന്തമായി പായുന്നതിൻ്റെ ശൂന്യതയെക്കുറിച്ചാണ് ചാരം, നമ്മുടെ ശിരസിൽ ചാരം പൂശുന്നത് കൊണ്ട് നമ്മോട് പറയുന്ന കാര്യം. ഒരു ചെറുകാറ്റിനെ പറത്തിക്കൊണ്ടു പോകാവുന്ന പൊടിയാണ് ആ ലൗകികതയെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് പുറമേ കിട്ടുന്ന കാര്യങ്ങളെല്ലാം വളരെ പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകും, അത് മറന്നുപോകും. സഹോദരീ സഹോദരന്മാരെ, മാർപ്പാപ്പ വിളിച്ചു പറയുകയാണ്, കാറ്റിനെ പിടിച്ചു കെട്ടാനല്ല നാം ഈ ലോകത്ത് വന്നത്. നമ്മുടെ ഹൃദയം സനാതനത്തിന് വേണ്ടി ദാഹിക്കുന്നു, നിത്യതയ്ക്ക് വേണ്ടി ദാഹിക്കുന്നു. നോയമ്പുകാലം നവീകരണത്തിനായി കർത്താവ് തന്നിരിക്കുന്നതാണ്. നമ്മുടെ ആന്തരിക ജീവിതം പരിപോഷിപ്പിച്ച് ഉയർപ്പിലേക്ക്, ഈസ്റ്ററിലേക്ക് നടക്കാൻ നൽകപ്പെട്ടിരിക്കുന്നതാണ്. കടന്നു പോകാത്ത കാര്യങ്ങളിലേക്ക്, പിതാവിൽ നിന്ന് നമുക്ക് കിട്ടാൻ പോകുന്ന പ്രതിഫലത്തിലേക്ക് നോയമ്പുകാലം ആണ് നാം നോക്കേണ്ടത്. നോയമ്പുകാലം സുഖപ്പെടലിൻ്റെ യാത്ര കൂടിയാണ് എന്ന് തുടർന്ന് പരിശുദ്ധ പിതാവ് പറയുന്നു. സുഖപ്പെടലിൻ്റെ, ഒറ്റ രാത്രി കൊണ്ട് മാറാനല്ല, വർദ്ധിത ആവേശത്തോടെ ഓരോ ദിവസവും പ്രത്യേകമായ ശൈലിയിൽ നമ്മൾ മാറണം. പ്രാർത്ഥന, ഉപവാസം എന്നിവ ഇതിനെ സഹായിക്കുമെന്നും പരിശുദ്ധ പിതാവ് പറഞ്ഞു. ഇത് മൂന്നും നോയമ്പിൻ്റെ വലിയ അടയാളങ്ങളാണ്, അതിൻ്റെ ഉള്ളടക്കങ്ങളാണ്, ഘടകങ്ങളാണ് എന്ന് നമ്മൾ ഓർക്കണം. നോയമ്പുകാലം ചാരത്താൽ ശുദ്ധീകരിക്കപ്പെട്ട്, ഭാഗ്യകാഴ്ചയുടെ കാപട്യത്തിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെട്ട് ദൈവവുമായി, നമ്മുടെ സഹോദരീ സഹോദരന്മാരുമായി, നമ്മളുമായി തന്നെ സജീവ ബന്ധം പുനഃപരിശോധിക്കാനുള്ള സമയമാണ് എന്ന കാര്യം മറക്കരുത്. നമ്മുടെ ജീവിതം എല്ലാം നേരെയാകാനുള്ള സമയമാണ്. പ്രാർത്ഥന, എളിമയുള്ള പ്രാർത്ഥനയാണ് പ്രധാനം, രഹസ്യമായ പ്രാർത്ഥനയാണ് പ്രധാനം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 6-ൽ നമ്മളത് വായിക്കുന്നുണ്ട്. അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നു, നമ്മുടെ മുറിക്കുള്ളിൽ അടച്ചിരുന്ന് നമ്മുടെ ജീവിതം മറ്റെല്ലായിടത്തും പുഷ്പിക്കുന്നതിൻ്റെ രഹസ്യമാണത് എന്ന കാര്യം നാം മറക്കരുത്. നമ്മുടെ ഹൃദയത്തെ ആശ്വസിപ്പിക്കുകയും വികസിപ്പിക്കുകയും ചെയ്യുന്ന, സ്നേഹത്താലും വിശ്വാസത്താലും ഊഷ്മളമായ സംഭാഷണമാണ് പ്രാർത്ഥന എന്ന് നാം മറക്കരുത്. ഈ നോയമ്പ് കാലത്ത് ക്രൂശിതനായ ക്രിസ്തുവിലേക്ക് മറ്റെല്ലാറ്റിനും ഉപരി നോക്കി നമുക്ക് പ്രാർത്ഥിക്കാം. ക്രൂശിതനിലേക്ക് നോക്കിയാണ് പ്രാർത്ഥിക്കേണ്ടത്. കർത്താവിൻ്റെ പരിലാളന സ്പർശനത്തിനായി നമുക്ക് ഹൃദയം തുറക്കാം. അവിടുത്തെ മുറിവുകളിൽ നമ്മുടെ മുറിവുകൾ, ലോകത്തിൻ്റെ മുറിവുകൾ നമുക്ക് വയ്ക്കാം. നമ്മൾ തിടുക്കത്തിലാകരുത്. നിശബ്ദതയിൽ അവിടുത്തെ മുന്നിൽ നിൽക്കാൻ സമയം കണ്ടെത്തണം. അതാണ് പ്രധാനം. കർത്താവുമായി ലളിതവും
ഹൃദയംഗവുമായ സംഭാഷണത്തിൻ്റെ സഫലത നമുക്ക് പുനർകണ്ടെത്താൻ ഇടയാകണം. എന്തെന്നാൽ ദൈവം ഭാഗ്യലക്ഷണങ്ങളിൽ തൽപരനല്ല, മറിച്ച് രഹസ്യത്തിൽ കണ്ടെത്തപ്പെടാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു. എല്ലാ ആഡംബരത്തിലും ആരവത്തിലും നിന്നകലെ സ്നേഹത്തിൻ്റെ രഹസ്യത്തിലാണ്. അത് ഇൻവെർട്ടഡ് കോമാസിൽ നമുക്ക് പറയാൻ സാധിക്കും. സ്നേഹത്തിൻ്റെ ആ രഹസ്യമാണ് ഏറ്റവും പ്രധാനം. ഈശോയോടുള്ള ഹൃദയംഗമമായ സ്നേഹം, ദൈവത്തോടുള്ള വലിയ സ്നേഹം, അതിനാൽ നിറയാൻ കഴിയുമ്പോഴാണ് പ്രാർത്ഥന അർത്ഥപൂർണമാകുന്നത്. അതൊരു അധരസേവയായി തീർന്നാൽ പോരാ. പുസ്തകത്തിലുള്ളത് വെറുതെ വായിച്ചു തീർത്താൽ പോരാ. അവിടെ ഹൃദയം കൊടുക്കണം, സ്നേഹം കൊടുക്കണം. പ്രാർത്ഥന അങ്ങനെ പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയുന്ന ഒരവസരമായി തീരട്ടെ എന്ന് മാർപ്പാപ്പ ഇവിടെ ഹൃദയംഗമമായി ആശംസിക്കുകയാണ്. അപ്പോൾ അതാണ് വിഭൂതി തിരുനാളിലൂടെ നമ്മൾ ചെയ്യുന്നതും ആ നോയമ്പ് കാലത്തിലേക്ക് നമ്മൾ കടന്നു പോകുന്നതും. രണ്ടാമത്തെ കാര്യം, ഈ പ്രാർത്ഥന യഥാർത്ഥത്തിൽ ഉപവിയിൽ ഫലമണിയും. ഫലം ചൂടുന്നത് അവിടെയാണ്. ഉപവി സ്വയത്തിനോടുള്ള, എന്നോട് തന്നെയുള്ള അടിമത്തം എന്ന അടിമത്തത്തിൻ്റെ ഏറ്റവും മോശപ്പെട്ട രൂപത്തിൽ നിന്നും നമ്മെ സ്വതന്ത്രമാക്കുന്നു. ഉപവിയാണ്. മറ്റെല്ലാം എനിക്ക് വേണം, എൻ്റെ സുഖം, എൻ്റെ സൗകര്യം, എൻ്റെ ആഡംബരം, എൻ്റെ പ്രൗഢി, ഇതൊക്കെ നോക്കുന്നതിൽ നിന്ന് നമ്മളെ വിമുക്തമാക്കുന്നത് യഥാർത്ഥത്തിൽ ഉപവിയാണ്, മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നതിലാണ് എന്ന കാര്യം വീണ്ടും മാർപ്പാപ്പ നമ്മളോട് തുറന്ന് പറയുകയാണ്. നോയമ്പുകാല ഉപവി എന്നും വേണ്ടതാണ്. ഉപവി സ്നേഹം, പരസ്നേഹം. നോയമ്പുകാല ഉപവി ഈ ചാരങ്ങളാൽ ശുദ്ധീകരിക്കപ്പെട്ട്, നമ്മുടെ തലയിൽ ചാരം പൂശുന്നു, അതിനാൽ ശുദ്ധീകരിക്കപ്പെട്ട് ഏറ്റവും അനിവാര്യമായതിലേക്ക് മാത്രം നമ്മെ തിരിച്ചു കൊണ്ടുവരികയാണ്. അതാണ് അന്തസത്ത. അന്തസത്തയിലേക്ക്, അനിവാര്യമായതിലേക്ക് നമ്മളെ ശുദ്ധീകരിച്ച് കൊണ്ടുവരികയാണ്. നൽകുന്നതിൽ അത്യധികം ആനന്ദം കണ്ടെത്തുകയാണ്. നമ്മൾ കൊടുക്കുന്നതിൽ നമ്മൾ എന്നെ വേദനിപ്പിക്കുമാറ് കൊടുക്കണമെന്നൊരു ചൊല്ലുണ്ട്. അതെനിക്ക് ആനന്ദം തരുന്ന കാര്യമായി തീരണം. വെള്ളി വെളിച്ചത്തിൽ നിന്നും അകലെ, നമ്മൾ വലിയ പുറമേയുള്ള മോടികളിൽ നിന്ന് അകലെ സമാധാനവും പ്രത്യാശയും നിറഞ്ഞ ഹൃദയത്താൽ പരിശീലിക്കുന്ന ദാനം നൽകൽ ആണ് പ്രധാനം. കൊടുക്കുന്നതിൻ്റെ സൗന്ദര്യം അത് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് ഈ ഉള്ളിൽ നിന്ന് കൊടുക്കുന്നതാണ് എന്ന് നമുക്ക് അറിയാം. അതൊരു സ്വീകരിക്കലായി പിന്നീട് മാറുന്നു. വളരെ മൂല്യവത്തായ ഒരു രഹസ്യം മനസ്സിലാക്കാൻ നമ്മെ പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. സ്വീകരിക്കുന്നതിനേക്കാൾ കൊടുക്കുന്നതാണ് ശ്രേയസ്കരം, മഹത്വം എന്നതിൽ നമ്മുടെ ഹൃദയങ്ങൾ ആനന്ദിക്കുന്നു. അവിടെയാണ് ആനന്ദിക്കുന്നത്. അപ്പസ്തോല പ്രവർത്തനത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. 20:35 കൊടുക്കുന്നതിലാണ് കൂടുതൽ സന്തോഷം, സ്വീകരിക്കുന്നതിനേക്കാൾ. നേരെ മറിച്ചാണ് നമ്മൾ പുറമെ അല്ലെങ്കിൽ പൊതുവെ ചിന്തിക്കുന്നത്. നോയമ്പിൽ നടക്കേണ്ട വലിയ ഒരു മാറ്റം, പരിവർത്തനം ഇതാണ് എന്ന് നമുക്ക് ഓർക്കാം. അവസാനമായി പരിശുദ്ധ പിതാവ് ആ നോയമ്പിൻ്റെ മൂന്നാമത്തെ ഘടകത്തെക്കുറിച്ച്, ഉപവാസത്തെക്കുറിച്ച് പറയുകയാണ്. ആഹാരം ഉപേക്ഷിക്കുന്നത് മാത്രമല്ല ഉപവാസം എന്ന് ആദ്യമേ മാർപ്പാപ്പ പറഞ്ഞു വയ്ക്കുന്നു. സ്വയം കേന്ദ്രീകൃതമായ ശാരീരിക ആരോഗ്യത്തിന് വേണ്ടിയുള്ള നിലയ്ക്കാത്ത ഇച്ഛയിൽ നിന്ന് അത് നമ്മെ സ്വതന്ത്രമാക്കുന്നു. ചില ആളുകൾ, നമ്മൾ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കണം, ആരോഗ്യത്തിന് വേണ്ടി ജീവിക്കണം, പക്ഷെ അത് അമിതമാകുന്ന രീതിയിൽ പോകുന്നതും അപകടകരമാണ് എന്നത് നമ്മൾ മറക്കരുത്. സ്വയം കേന്ദ്രീകൃതമായി, തന്നിലേക്ക് തന്നെ കേന്ദ്രീകൃതമായി, തൻ്റെ കാര്യം മാത്രം നോക്കുന്നതായി മാറുന്ന ഒരവസ്ഥയുണ്ട്. കേന്ദ്രീകൃതമായ ശാരീരിക ആരോഗ്യത്തിനും അതിനുവേണ്ടി നിലയ്ക്കാത്ത രീതിയിലുള്ള ഒരു ശ്രമം, അഗ്രസീവായി പോകുന്നവരുണ്ട്, അക്രമോത്സുകതയോടുകൂടെ ചെയ്യുന്ന ആളുകളുണ്ട്. അതിൽ നിന്ന് നമ്മളെ സ്വതന്ത്രരാക്കണം ഉപവാസം എന്ന് മാർപ്പാപ്പ പറയുകയാണ്. ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് മാത്രമല്ല,
അത് നമ്മുടെ അമിതമായി കഴിക്കാനുള്ള നമ്മുടെ ആഗ്രഹത്തെ കടിഞ്ഞാണിടുകയാണ്. എല്ലാം രുചികരമായ കാര്യങ്ങൾ മാത്രം കഴിക്കാൻ വേണ്ടി നടത്തുന്ന ഓട്ടം അതിൽ നിന്നും ഒരു കടിഞ്ഞാണിടയിലാണ് എന്ന് നമുക്ക് ഓർക്കാം. ഇന്ന് ഒത്തിരി ആളുകൾ രോഗികളായിരിക്കുന്നത് ദാരിദ്ര്യം കൊണ്ടല്ല, അമിത ഭക്ഷണം കൊണ്ടാണ് എന്നതും നമ്മൾ മറക്കരുത്. ദാരിദ്ര്യം മാറിയപ്പോൾ, ഭക്ഷണ സൗകര്യങ്ങൾ ഉണ്ടായപ്പോൾ വല്ലാതെ കഴിക്കുന്ന ഒരു സംസ്കാരം ഇന്നുണ്ട്. അതിൽ നിയന്ത്രണം നമുക്ക് ആവശ്യമുണ്ട് എന്നതും നമ്മൾ ഈ തരുണത്തിൽ ഓർക്കേണ്ടതാണ്. അത് ന്യായമായ രീതിയിൽ നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിന് ആവശ്യമാണല്ലോ. നമ്മുടെ ശരീരത്തെ മാത്രമല്ല, ആത്മാവിനെയും ആരോഗ്യമുള്ളതാക്കി നിർത്തണമെന്ന് ഉപവാസം നമ്മോട് പറയുന്നുണ്ട്. ഉപവാസം മൂലം നമുക്ക് കാര്യങ്ങളുടെ യഥാർത്ഥ മൂല്യം തിരിച്ചറിയാനാകുന്നു. ഉപവാസം ഉള്ളിടത്തേ പറ്റുള്ളൂ കാര്യങ്ങൾ, സത്യത്തിൻ്റെ, യാഥാർത്ഥ്യത്തിൻ്റെ യഥാർത്ഥ മൂല്യം തിരിച്ചറിയാൻ സാധിക്കുന്നത്. ഇന്നത്തെ ലോകത്തിൻ്റെ കണ്ണഞ്ചിപ്പിക്കുന്ന ദൃശ്യങ്ങളിൽ നമ്മൾ കണ്ടല്ലോ, എല്ലാം പുറമൂടികളിലേക്ക് പോകുന്നു, പുറം നേരെയാക്കി കാണിക്കാനായിട്ട് ശ്രമിക്കുന്നു. ആ ദൃശ്യങ്ങളിൽ ആശ്രയിക്കരുതേ എന്ന് ദൃഢമായ ജീവിത വഴി നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഉറപ്പുള്ള ജീവിത വഴി നമുക്ക് നൽകുന്ന പാഠം അതാണ്. ഉപവാസം ഭക്ഷണം നിയന്ത്രിക്കുന്നതിൽ മാത്രമായി ഒതുക്കരുത്. ഒരു കടമ നിർവഹിക്കുന്നത് പോലെ പോകുന്നവരുണ്ട്. നമുക്ക് എന്ത് തരത്തിലുള്ള ചാബല്യത്തിൽ നിന്നും നാം ഉപവസിക്കണം. ഇതിനാണ് നമുക്ക് കൂടുതൽ ചാബല്യമുള്ളത്. മദ്യപാനത്തിനാണെങ്കിൽ അതിൽ നിന്ന് നമ്മൾ ഉപവസിക്കണം, അതിനെ അതിജീവിക്കണം, പ്രധാനമാണ്. പലപ്പോഴും വലിയ മദ്യപാനികൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞങ്ങൾക്ക് എപ്പം വേണമെങ്കിലും നിയന്ത്രിക്കാം, ഈ 40 ദിവസം കുടിക്കുന്നില്ല. അച്ഛൻ നോക്കിക്കേ, 40-ാം ദിവസം അല്ലെങ്കിൽ നോയമ്പ് വീടുമ്പോൾ അന്നുവരെ കുടിക്കാത്തത് മുഴുവനും കുടിച്ച് ആകപ്പാടെ കുളമാക്കുന്ന സംഭവങ്ങൾ എത്രയോ 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 നമ്മുടെ ചുറ്റും നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് നോയമ്പ് കാലത്ത് നമ്മുടെ യഥാർത്ഥ ജീവിതത്തിൽ ഒരു ഫലമുണ്ടാകുന്ന വിധം ഇതേക്കുറിച്ച് നമ്മളെല്ലാം ധ്യാനിക്കണം, വിചിന്തനം ചെയ്യണമെന്ന് പരിശുദ്ധ പിതാവ് ഇവിടെ ആഹ്വാനം ചെയ്യുകയാണ്. പ്രാർത്ഥനയും ഉപവാസവും രഹസ്യത്തിലാണ് വർത്തിക്കേണ്ടത്. അതായിരുന്നല്ലോ കർത്താവ് മലയിലെ പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞത്. എന്നാൽ അതിൻ്റെ ഫലങ്ങൾ അങ്ങനെ അല്ലെന്നതാണ് സത്യം. ഫലം നമുക്ക് പുറത്ത് കാണും. പ്രാർത്ഥനയും ഉപവിയും ഉപവാസവും നമുക്ക് വേണ്ടി മാത്രമുള്ളതല്ല, എൻ്റെ കാര്യത്തിന് വേണ്ടി മാത്രമുള്ളതല്ല, എല്ലാവർക്കും വേണ്ടിയുള്ള മരുന്നാണ്. അതിന് ചരിത്രത്തെ മാറ്റാനാകും. ഒന്നാമത് മാർപ്പാപ്പ പറയുകയാണ്, അതിൻ്റെ ഫലങ്ങൾ അനുഭവിക്കുന്നവർ ബോധപൂർവമല്ലാതെ അത് മറ്റുള്ളവരിലേക്ക് പകരും, അറിയാതെ അത് പകരും. എന്നാൽ അതിലുപരി പ്രാർത്ഥനയും ഉപവിയും ഉപവാസവും ദൈവത്തിന് നമ്മുടെ ജീവിതങ്ങളിലും നമ്മുടെ ചരിത്രത്തിലും ഇടപെടാനുള്ള മുഖ്യമായ വഴികളാണ് എന്ന് ഓർക്കണം. മാർപ്പാപ്പ നമ്മോട് പറയുകയാണ്. അവ പരിശുദ്ധാത്മാവിൻ്റെ ആയുധങ്ങളാണ്. അവ ഉപയോഗിച്ച് ഇന്ന് നമ്മളെ എല്ലാവർക്കും വേണ്ടി, പ്രത്യേകിച്ച് യുദ്ധങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു ലോകത്തിൽ സമാധാനമുണ്ടാകുന്നതിന് വേണ്ടി നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അവിടെയാണ് മനുഷ്യരായ നമുക്ക്, സ്ത്രീ പുരുഷന്മാർക്ക് കെട്ടിപ്പടുക്കാനാവാത്ത സമാധാനം ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നത് എന്നത് നമുക്ക് ഓർക്കാം. അതിനാൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥനയോടെ പരിശുദ്ധ പിതാവ് തൻ്റെ പ്രസംഗം ഉപസംഹരിക്കുകയായിരുന്നു. ഓ കർത്താവേ, നീ രഹസ്യങ്ങൾ അറിയുകയും ഞങ്ങളുടെ എല്ലാ പ്രതീക്ഷയ്ക്കും ഉപരി പ്രതിഫലം നൽകുകയും ചെയ്യുന്നു. അങ്ങയിൽ വിശ്വാസമർപ്പിക്കുന്നവരുടെ, പ്രത്യേകിച്ചും എളിയവരുടെ, വേദനയാൽ പരിക്ഷീണിതരാകുന്നവരുടെ, ആയുധങ്ങളുടെ ഒച്ച കേട്ട് സഹിക്കുകയും പലായനം ചെയ്യുകയും ചെയ്യുന്നവരുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ സമാധാനം പുനഃസ്ഥാപിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ വീണ്ടും സമാധാനം നൽകണമേ. ഞങ്ങളെല്ലാവരും പുതുജീവികളായി, പുത്തൻ സൃഷ്ടികളായി മാറാൻ ഇടയാക്കണമേ. മാർപ്പാപ്പ പ്രാർത്ഥിച്ചു. ആമേൻ. നമുക്ക് ഓർക്കാം, നോയമ്പ് കാലം കൂടുതലായി നമുക്കെല്ലാവർക്കും അനുഗ്രഹപ്രദമാകാൻ നമുക്ക് ആത്മാർത്ഥമായി നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു സന്ദേശം, മറ്റൊരു വാക്ക്
പരിശുദ്ധ പിതാവുമായി ബന്ധപ്പെട്ടത് സംസാരിക്കാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ല നോയമ്പ് കാലം ഹൃദയപൂർവ്വം ആശംസിക്കുന്നു.